ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 26ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രപതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, രാഷ്ട്രപതിയും രാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ചും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 അടിയന്തരാവസ്ഥയും അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ചുമാണ് പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാത്തൊരു ഉദ്യോഗാർത്ഥിയാണ് ഇത് കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. 10th മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസ്സും ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തമായി കാണുക. ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഭാഗം 18ലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഭാഗത്താണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്? ഭാഗം 18ലാണ്. ഇനി ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒന്ന്, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 18ആണ്. ഇനി അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 352 മുതൽ 360 വരെയുള്ള വകുപ്പുകളിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഇനി അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരുന്നത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞതാണ്, ലോകത്തിലെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും ബൃഹത്തായതും വലുതായിട്ടുള്ളതുമായ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണ്, ഓർത്തു വെച്ചോ. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരുന്നത് എന്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ കൺഫ്യൂസിങ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് ഭരണഘടനയിൽ നിന്നാണ് ചോദിച്ചാൽ അത് ജർമ്മൻ ഭരണഘടനയിൽ നിന്ന്. അപ്പോൾ ജർമ്മനിയിൽ നിന്നും കിട്ടിയ ആശയമാണ് അടിയന്തരാവസ്ഥ സമയത്ത് നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യും? റദ്ദു ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ അടിയന്തരാവസ്ഥ സമയത്ത് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ആശയം അത് ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. അതായത് അത് അറിയപ്പെടുന്നത് വെയ്മർ ഭരണഘടന എന്നും ചില ചോദ്യ പേപ്പറുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജർമ്മൻ ഭരണഘടന അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഈ പറയുന്ന വെയ്മർ ഭരണഘടന എന്ന് പറഞ്ഞാലും രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് ഭരണഘടനയിൽ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയ്മർ ഭരണഘടന അല്ലെങ്കിൽ എന്താണ്? ജർമ്മൻ ഭരണഘടന. ഓക്കെ, ഇനി നമുക്കറിയാം നിലവില് 3 അടിയന്തരാവസ്ഥകളാണ് ഉള്ളത്. ഒന്നാമത്തെയാണ് ദേശീയ അടിയന്തരാവസ്ഥ. ഓർത്തു വെച്ചോ, ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 352 ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. അടുത്തതാണ് മൂന്നാമത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ന് വരെ ഇന്ത്യയിൽ എന്താണ് നിലവിൽ വരാത്ത ഒരു അടിയന്തരാവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 തരം അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ 352. രണ്ടാമത്തെയാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ. 356 ഇതിനെ കുറിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ.
360 എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, അതേപോലെ തന്നെ എക്കണോമിക് എമർജൻസി എന്ന് പറയുന്നത്. ഈ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് ഈ പറയുന്ന 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുമുള്ള അവകാശം, അല്ലെങ്കിൽ അതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം ശക്തമാവുകയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്ത് എന്താണ്? കേന്ദ്രം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ശക്തം. അതേപോലെ സംസ്ഥാനങ്ങൾ എപ്പോഴും കേന്ദ്രത്തിന്റെ കീഴിലാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് ഏതിൽ പഠിക്കാനുള്ള അടിയന്തരാവസ്ഥയിൽ പറയാനുള്ളത്. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി ഓടിച്ചു പറയാം. അടിയന്തരാവസ്ഥ അതായത് ഭാഗം 18 ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. അനുച്ഛേദം ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ആശയം കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇനി അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള ആ ഒരു ആശയം ഇന്ത്യ കടമെടുത്തത് വെയ്മറിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്താണ്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, 3 തരം അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നാഷണൽ എമർജൻസി, 2 സ്റ്റേറ്റ് എമർജൻസി, 3 എന്ന് പറയുന്നത് എക്കണോമിക് എമർജൻസി. 352, 356, 360 ഇത് 3ഉം ഓർത്തു വെച്ചോ. ഓക്കെ, ഇതെല്ലാം പുറപ്പെടുവിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയിലാണ് ഇതിന്റെ അധികാരം എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്കിനി ആദ്യത്തെ നോക്കാം. ദേശീയ അടിയന്തരാവസ്ഥ. നമ്മൾ പറഞ്ഞു 352 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അനുച്ഛേദം 352 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രഖ്യാപിക്കാം? ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ യുദ്ധത്തിന്റെ സമയത്ത് നമുക്ക് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ. അതേപോലെ തന്നെ വിദേശ ആക്രമണത്തിന്റെ ആ ഒരു സമയത്ത് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. സായുധ വിപ്ലവത്തിന്റെ സമയത്തും എന്ത് പ്രഖ്യാപിക്കാം? ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്, അല്ലെങ്കിൽ ചുവടെ പറയുന്നവയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ പെടാത്തത് ഏതാണ്? അങ്ങനെയൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഓർത്ത് വെച്ചോ, യുദ്ധം, വിദേശ ആക്രമണം, അതേപോലെ തന്നെ സായുധ വിപ്ലവം. 1978 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള 3ാമത്തെ കാരണം എന്ന് പറയുന്നത് ആഭ്യന്തര കലഹമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? 1978 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ കാരണം എന്തായിരുന്നു? ആഭ്യന്തര കലഹമായിരുന്നു, അതായത് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. എന്നാൽ 1978 44ാം ഭരണഘടനാ ഭേദഗതി വഴി സായുധ കലാപം എന്നുള്ളത് എന്താക്കി മാറ്റി? ആഭ്യന്തര കലാപം എന്നുള്ളത് സായുധ കലാപം എന്നാക്കി മാറ്റി, അതായത് ആംഡ് റിബല്യൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് എന്ത്? ഈ പറയുന്ന ആഭ്യന്തര കലഹം എന്നുള്ളത് എന്താക്കി മാറ്റി? സായുധ കലാപമാക്കി മാറ്റി. അങ്ങനെ 1978 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സായുധ കലാപം. ഇനി അതില്ലെങ്കിൽ എന്താണ്? ആഭ്യന്തര കലാപം. ഓക്കെ, അതായത് 44ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് എന്തെന്ന് മാറ്റിയത്? ആഭ്യന്തര കലാപം സായുധ കലാപമാക്കി മാറ്റിയത്. ഓക്കെ, ഇനി ദേശീയ അടിയന്തരാവസ്ഥയെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയുന്നത്, 2 ഇന്റേണൽ എമർജൻസി. ഓക്കെ, അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെ എന്തായിട്ട് 2ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാം. ഒന്ന് എക്സ്റ്റേണൽ, 2 ഇന്റേണൽ. യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ മൂലമുള്ള അടിയന്തരാവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധം അല്ലെങ്കിൽ വിദേശ കടന്നുകയറ്റം ഇവ മൂലമുള്ള ഒരു എമർജൻസിയാണ് എക്സ്റ്റേണൽ എമർജൻസി. ഇനി സായുധ വിപ്ലവം, അതായത് ഈ പറയുന്ന ആഭ്യന്തര കലഹം ഉള്ള അടിയന്തരാവസ്ഥയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്റേണൽ എമർജൻസി എന്ന് വിളിക്കാം. ഓക്കെ, കേന്ദ്ര ക്യാബിനറ്റ് വിവിധ രൂപത്തിലുള്ള ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് വിവിധ രൂപത്തിലുള്ള ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. യുദ്ധം, വിദേശ ആക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ അനുച്ഛേദം 358 അനുസരിച്ച് അനുച്ഛേദം 19 റദ്ദ് ചെയ്യപ്പെടുകയുള്ളൂ. ഇതിനായി രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ പറയുന്ന യുദ്ധം, വിദേശ ആക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമാണ്
അനുച്ഛേദം 358 പ്രകാരമാണ് നമ്മുടെ ഈ പറയുന്ന അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അനുച്ഛേദം ഏതൊക്കെയാണ്? ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ നമുക്കറിയാം നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അനുച്ഛേദം ഏതൊക്കെ? 20ഉം 21ഉം ഒഴികെയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും അനുച്ഛേദം 359 അനുസരിച്ച് റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അനുച്ഛേദം ഏതൊക്കെയാണ്? ഈ പറയുന്ന 20ഉം അതേപോലെ തന്നെ എന്താണ് 21ഉം റദ്ദ് ചെയ്യാനുള്ള എന്തില്ല? അധികാരം രാഷ്ട്രപതിക്ക്. അതായത് 20ഉം 21ഉം ഒഴികെ എല്ലാ മൗലിക അവകാശങ്ങളും. അപ്പോൾ ഇത് രണ്ടും മാത്രം എന്ത് ചെയ്യത്തില്ല? ഒരിക്കൽ PSC ചോദിച്ചേക്കുന്നതാണ് താഴെ പറയുന്നവയിൽ ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? 20ഉം 21ഉമാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 20ഉം 21ഉം, അതായത് 20 എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒന്നിൽ കൂടുതൽ തവണ ഒരു കുറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശിക്ഷ നടപ്പാക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ പറയുന്ന 21 എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തേക്കണെയാണ്? ചർച്ച ചെയ്ത് പോയേക്കണതാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? രാഷ്ട്രപതി ഒരു അടിയന്തരാവസ്ഥ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അതെന്താണ്? 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യേണ്ടി വരും? പാർലമെന്റ് അംഗീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഒരു പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം എന്ത് ചെയ്യാം? നിലനിൽക്കും. ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരത്തോടെ എത്ര കാലം വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഒറ്റ പ്രാവശ്യം ഇതിന്റെ എന്താണ്? ഈ പറയുന്ന അടിയന്തരാവസ്ഥ എന്താണ്? 6 മാസത്തേക്ക് നിൽക്കും. വീണ്ടും എന്താണ്? പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി തന്നെ ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എക്സ്റ്റെൻഡ് ചെയ്ത് പോവാനായിട്ടും പറ്റും. അപ്പോൾ 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു 6 മാസമാക്കാം, വീണ്ടും ഒരു 6 മാസമാക്കാം. അത് പാർലമെന്റിന്റെ അംഗീകാരത്തോടെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നീട്ടാവുന്നതുമാണ്. ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ലോകസഭ നിയമസഭയുടെ കാലാവധി 1 വർഷം നീട്ടാനും സാധിക്കും. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, ഇന്ത്യയിൽ ആകെ എത്ര തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം. 3 തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1962, 1971, 1975 അങ്ങനെ 3 തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇതൊരിക്കൽ PSC ചോദിച്ചതാണ്, ബേസ് ലെവലായിട്ടുള്ള ഒരു ചോദ്യമായിട്ട്. അപ്പോൾ ഓർത്തു വെച്ചോ, ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ S രാധാകൃഷ്ണനാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1962 ഒക്ടോബർ 26. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ എന്താണ് ഈ പറയുന്ന വർഷം ചോദിക്കും, മാസം ചോദിക്കും, ദിവസവും ഓർത്തു വെക്കണം. അപ്പോൾ 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആരാണ് ഇത് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ S രാധാകൃഷ്ണനാണ്. എത്ര തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 3 തവണയാണ്. 1962, 1971, 1975. ഓക്കെ, ഇനി ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു 1962 ഒക്ടോബർ 26. ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് 68 ജനുവരി 10. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൈനീസ് ആക്രമണം. ആരായിരുന്നു അത് പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. എന്നാണ് പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ 1968 ജനുവരി 10. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമ്മൾ പഠിക്കാനുള്ള കാരണം 1962 അതേപോലെ ഒക്ടോബർ 26 സക്കീർ ഹുസൈൻ ആണ് ഇത് പിൻവലിച്ചത്. 68 ജനുവരി 10 ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമായിരുന്നു ചൈനീസ് ആക്രമണം. കാരണം താഴെ പറയുന്നവയിൽ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തെറ്റായത് മാത്രം കണ്ടെത്തുക, അങ്ങനെയൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് VV ഗിരിയാണ്.
1971 ഡിസംബർ 3. അപ്പോൾ ഓർത്തു വെച്ചോ, ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏതാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ VV ഗിരിയാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1971 ഡിസംബർ 3. എന്തായിരുന്നു കാരണം? ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ് ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ഇത് തന്നെയാണ്. അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് മൂന്നാമത്തെ. അതായത് 1975 ജൂൺ 25 ആഭ്യന്തര കലാപം. നമ്മൾ പറഞ്ഞു കുറച്ചു മുമ്പ് ആഭ്യന്തര കലാപം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആഭ്യന്തര കലാപം അതായത് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും തന്നെയാണ്? ഈ പറയുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അത് 1975 ജൂൺ 25 ആഭ്യന്തര കലാപം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BD ജെട്ടിയാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെയും അതേപോലെ തന്നെ രണ്ടാമത്തെയും നിലവില് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അത് BD ജെട്ടിയാണ്. അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന BD ജെട്ടി. 1977 മാർച്ച് 21 അത് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓർത്തു വെച്ചോ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നടന്നത് 1962 പറഞ്ഞു. രണ്ടാമത്തെ 1971 പറഞ്ഞു. മൂന്നാമത്തെ 1975 പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ അടിയന്തരാവസ്ഥ ആരായിരുന്നു പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ S രാധാകൃഷ്ണൻ 62 ഒക്ടോബർ 26. പിൻവലിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് പിൻവലിച്ചത് 68 ജനുവരി 10. രണ്ടാമത്തെയും മൂന്നാമത്തെയും പിൻവലിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BD ജെട്ടിയാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ നിലവില് ഈ പറയുന്ന ഒന്നാമത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ചൈനീസ് ആക്രമണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ പാക് യുദ്ധമായിരുന്നു. മൂന്നാമത്തെയാണ് ആഭ്യന്തര കലാപം. 1975 ജൂൺ 25. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. അടുത്ത നമുക്ക് പോയിന്റ്സിലേക്ക് പോവാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നത് ഏത് അടിയന്തരാവസ്ഥയാണെന്ന് ചോദിച്ചാൽ ദേശീയ അടിയന്തരാവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ. 1975 അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷാ കമ്മീഷൻ ആണ്. ഓക്കെ, ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷന്റെ പേരെന്തായിരുന്നു മക്കളെ? ഓർത്തു വെച്ചോ, ഷാ കമ്മീഷൻ. ഏതാണ്? ഷാ കമ്മീഷൻ ആണ് 75 അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ബാഹ്യാക്രമണത്തിൽ നിന്നും ആഭ്യന്തര കലാപത്തിൽ നിന്നും സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയന്റെ കർത്തവ്യം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ അത് 355 ആണ്. ഓക്കെ, അപ്പോൾ ബാഹ്യാക്രമണത്തിൽ നിന്നും ആഭ്യന്തര കലാപത്തിൽ നിന്നും സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയന്റെ കർത്തവ്യം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് 355 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് രണ്ടാമത്തെ സംസ്ഥാന അടിയന്തരാവസ്ഥ. അനുച്ഛേദം 356 അനുസരിച്ച് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിരുന്ന ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിലും സംസ്ഥാന ഗവർണർ, ചീഫ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും നടത്തപ്പെടുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ അധികാരത്തിൽ മാത്രം മാറ്റമുണ്ടാകില്ല. അപ്പോൾ ഓർത്തു വെച്ചോ, അതായത് രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായ ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന ഗവർണർ, ചീഫ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും നടപ്പാക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ അധികാരത്തിൽ മാത്രം മാറ്റമുണ്ടാകുന്നതല്ല. ഓക്കെ, ഇനി രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് എത്ര മാസത്തിനുള്ളിലാണെന്ന് ചോദിച്ചാൽ 2 മാസത്തിനുള്ളിലാണ്. ഓർത്തു വെച്ചോ. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അതായത് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത് പാർലമെന്റ് അംഗീകരിക്കേണ്ടത് എത്ര മാസത്തിനുള്ളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ചെയ്തോളണം? അത് അംഗീകരിച്ചോളണം. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ
മാത്രമാണ് നീട്ടാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ നമ്മൾ പറഞ്ഞു, വീണ്ടും പാർലമെന്റ് കൂടുന്നു, 6 മാസം കഴിയുന്നു, വീണ്ടും 6 മാസം, അങ്ങനെ അങ്ങ് പോകും. പക്ഷേ സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ മാത്രമാണ് നീട്ടാൻ കഴിയത്തുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 356 ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതാണ് എന്ത്, ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 356, അതായത് സ്റ്റേറ്റ് എമർജൻസിനെ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ എന്തിനോടാണ് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ് ലെറ്റർ. ഓക്കെ, ഡെഡ് ലെറ്റർ എന്ന പേരിലാണ് അദ്ദേഹം അത് വിശേഷിപ്പിച്ചത്. എന്തിനെ? സ്റ്റേറ്റ് എമർജൻസിനെ. ഓർത്തു വെച്ചോ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 356 ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഡെഡ് ലെറ്റർ എന്നാണ്. ഭരണഘടന, ഓക്കെ, ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നാൽ അനുച്ഛേദം 365 പ്രകാരം പ്രസിഡന്റിന്റെ സംസ്ഥാന സർക്കാരിനെ പുറത്താക്കി പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്നത് അനുച്ഛേദം 365 പ്രകാരമാണ്. നിയമപരമല്ലാത്ത സംസ്ഥാന അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച കേസ് ഏതാന്ന് ചോദിച്ചാൽ SR ബൊമ്മായി കേസാണ്. അത് 1994 ഓക്കെ, അപ്പോൾ നിയമപരമല്ലാത്ത സംസ്ഥാന അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച കേസ് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ 1994 എന്താണ്, R ബൊമ്മായി കേസാണ്. R ബൊമ്മായി കേസ് എന്ന് ഓർത്തു വെച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ നിയമപരമല്ലാത്ത സംസ്ഥാന അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഏത് കേസാണെന്ന് ചോദിച്ചാൽ SR ബൊമ്മായി കേസാണ്, 1994. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭരണഘടനയിലെ വ്യവസ്ഥക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയാണെങ്കിൽ അനുച്ഛേദം 356 അവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഭരണഘടനയിലെ ആ ഒരു വ്യവസ്ഥകൾ, ഒരു സ്റ്റേറ്റ് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ്, സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയാണ് എങ്കിൽ ആ സമയത്ത് 356 അവിടെ നടപ്പാക്കാവുന്നതാണ്. അതേപോലെ കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയോ അതേപോലെ തന്നെ വിസമ്മതിക്കുകയോ ചെയ്താൽ അനുച്ഛേദം 365 അവിടെ ഉപയോഗിക്കാം. അതേപോലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷി വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്താൽ, ഓക്കെ, അതേപോലെ നിലവിലുള്ള മന്ത്രിസഭ ന്യൂനപക്ഷമാവുകയും പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്താൽ പ്രസ്തുത സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉള്ളതായി കരുതി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 356 ഉപയോഗിച്ച് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. 1959 ജൂലൈ 31. ഇത് ചോദിച്ചേക്കുന്നതാണ്. ഭരണഘടനയുടെ 356 അനുച്ഛേദം ഉപയോഗിച്ച് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1959 ജൂലൈ 31. അപ്പോൾ ഇതാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ, മൂന്നാമത്തെയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാക്കുന്ന അവസരത്തിലാണ് അനുച്ഛേദം 360 അനുസരിച്ച് രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യം എന്താണ്, കടുത്ത എന്താണ് ഈ പറയുന്ന സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ്, ഈ സാമ്പത്തിക സ്ഥിതി ഭയങ്കര ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ 360 അനുച്ഛേദം ഉപയോഗിക്കാം. രാഷ്ട്രപതി പ്രഖ്യാപിച്ച സാമ്പത്തിക അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരും ഉൾപ്പെടെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റു ആനുകൂല്യവും കുറവ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഈ പറയുന്ന സുപ്രീം കോടതി ആയിക്കൊള്ളട്ടെ, ഹൈക്കോടതി ആയിക്കൊള്ളട്ടെ, അതേപോലെ തന്നെ എന്താണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളം എന്ത് ചെയ്യും? അവിടെ എന്താണ് ആനുകൂല്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കുറയാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, സാമ്പത്തിക അടിയന്തരാവസ്ഥ അനിശ്ചിത കാലത്തേക്ക് എന്ത് ചെയ്യാം? തുടരാനും
പറ്റുന്നതാണ്. ഇന്ത്യയിൽ ഇതുവരെയും എന്താണ് ഈ പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ താഴെ പറയുന്നവയിൽ 3 ഏതാണെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക അടിയന്തരാവസ്ഥ മാത്രമാണ് ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്തത്. ഓക്കെ, സാമ്പത്തിക അടിയന്തരാവസ്ഥയെ അമേരിക്കയിലെ നാഷണൽ റിക്കവറി ആക്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് 1993 ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലെ അമേരിക്കയിലെ നാഷണൽ റിക്കവറി ആക്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് 1933 ആരാണ് ഉപമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. കേരളത്തിൽ 7 തവണ മാത്രമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ അവസാനമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1982 കേരളത്തിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1956 പക്ഷേ അവസാനമായിട്ട് 1982 കേരളത്തിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം ഏതാണെന്ന് ഒത്തിരി തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. അത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം ചോദിച്ചാൽ മക്കളെ അത് പഞ്ചാബാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ കാലം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മണിപ്പൂറും അതേപോലെ തന്നെ ഉത്തർപ്രദേശിലുമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മണിപ്പൂർ, ഉത്തർപ്രദേശ്. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. കേരളത്തിൽ എത്ര തവണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 തവണയാണ് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യം 1956 അതേപോലെ തന്നെ ഏറ്റവും അവസാനം അടിയന്തരാവസ്ഥ കേരളത്തിൽ പ്രഖ്യാപിച്ചത് 1982 ഓക്കെ, അടുത്തതാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. അതായത് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമമാണ് എന്തെന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണ്. ഇംപീച്ച്മെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതായത് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ ലംഘനവുമായി സംബന്ധിച്ചാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തെ എന്താണ് തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ്. അത് ആർട്ടിക്കിൾ 61 പ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകുന്നതിന് ശേഷം രാജ്യസഭയിലെ ലോകസഭയിലേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ 4/1 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇംപീച്ച്മെന്റ് പാസ്സാകണമെങ്കിലോ സഭയുടെ മൊത്തം അംഗത്തിന്റെ 3/2 എന്താണ് ഭൂരിപക്ഷവും അവിടെ ആവശ്യമാണ്. ഓക്കെ, ഇംപീച്ച്മെന്റ് ആദ്യ സഭയിൽ പാസ്സാവുകയാണെങ്കിൽ അടുത്ത സഭയിലേക്ക് അയക്കുന്നു. രണ്ടാമത്തെ സഭ അതിന് അന്വേഷണം നടത്തുകയും ആ സഭയുടെ 2/3 ഭൂരിപക്ഷത്തോടു കൂടി ഇംപീച്ച്മെന്റ് എന്ത് ചെയ്യുന്നു പാസ്സാക്കുകയും ചെയ്യുന്നു. തത്സമയം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ആ ഒരു പദവിയിൽ നിന്നും എന്ത് ചെയ്യുന്നു നീക്കം ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടാമത്തെ സഭ കൂടി അംഗീകരിച്ചും അതിൽ 3/2 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ സ്ഥാനത്ത് നിന്ന് രാഷ്ട്രപതി എന്ത് ചെയ്യാൻ പറ്റും നീക്കം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇന്ന് വരെ ഇന്ത്യയിൽ എന്തില്ല ഈ പറയുന്ന ഇംപീച്ച്മെന്റിന് ഒരു രാഷ്ട്രപതിയും വിധേയനായിട്ടില്ല. കാരണം ഇന്നേ വരെ അങ്ങനെ ഒരു ഭരണഘടനാ ലംഘനങ്ങളൊന്നും ഒരു രാഷ്ട്രപതിയും എന്ത് ചെയ്തിട്ടില്ല കാണിച്ചിട്ടില്ല. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. അപ്പോൾ രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിലാണ് പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിയാണ്. അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എം ഹിദായത്തുള്ളയാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഹിദായത്തുള്ളയാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിയാണെന്നുള്ളതൊന്ന് ഓർക്കുക. അതേപോലെ തന്നെ എന്താണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ,
ഇനി രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നത് ഇംപീച്ച്മെൻ്റ് ആണ്. അതായത് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇംപീച്ച്മെൻ്റ് ആണ്. ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ഏതാണ്? ആർട്ടിക്കിൾ 61 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് ഇന്ത്യൻ രാഷ്ട്രപതിമാരെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് നിലവിൽ ഈ പറയുന്ന നമുക്ക് രാഷ്ട്രപതി ആദ്യം മുതൽ അവസാനം വരെ രാജേന്ദ്ര പ്രസാദ് മുതൽ എന്താണ് നമുക്ക് ഇന്ന് ദ്രൗപദി മുർമു വരെയുള്ള ഓരോ രാഷ്ട്രപതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ രാജുവും രാധയും സഹ്യഗിരി വഴി ഫക്രുവിനെ കാണാനെത്തിയപ്പോൾ നീലം സെയിൽ ചെയ്യുന്ന ദയാലുവായ പ്രണാമിൻ്റെ പ്രതിഭയെ വണങ്ങി മുർമു. അപ്പോൾ അങ്ങനെ ഒരു കോഡ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന എല്ലാ രാഷ്ട്രപതിമാരെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ രാഷ്ട്രപതിയെക്കുറിച്ചും പിന്നെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സാണ്. അപ്പോൾ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ ഒരു ക്ലാസ് വേണമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു പാർട്ടിലേക്ക്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ അടുത്തൊരു പാർട്ടായിട്ടുള്ള ഒരു എന്താണ് ഉപരാഷ്ട്രപതി, അങ്ങനെ പ്രധാനമന്ത്രി, അങ്ങനെ നമ്മൾ പോകും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാഷ്ട്രപതിമാരെ കുറിച്ചുള്ള പോയിന്റ്സ് ഉള്ള ഒരു ക്ലാസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരൊക്കെയാണോ അവരെക്കുറിച്ചും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുമുള്ളത് കൂടി നമ്മൾ പഠിച്ച് അത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അത് അങ്ങനെ ഒരു ക്ലാസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ദിവസം തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് കണ്ടാലുടൻ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ അടുത്തൊരു ക്ലാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാഷ്ട്രപതിമാരെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എടുത്ത് അടുത്ത പ്രധാനമന്ത്രിയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നിങ്ങളാണ് അടുത്ത ക്ലാസ് ഏതാണ് വേണ്ടതെന്നുള്ളത് പറയേണ്ടത്. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ജോഗ്രഫിയുടെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. നിങ്ങളിപ്പോൾ പലരും പല യൂട്യൂബ് ചാനലുകളും എല്ലാം നിങ്ങൾ കാണുന്ന ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ള ഓരോ ടോപ്പിക്സ് അത് മൊത്തത്തിൽ കവർ ചെയ്ത് അതിൻ്റെ നോട്ട് ഉൾപ്പെടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇടയ്ക്കിടെ പല ഇപ്പോൾ ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു, അടുത്ത ദിവസം എന്താണ് ഈ പറയുന്ന ഫിസിക്സ് എടുത്തു, അടുത്ത ദിവസം നമ്മൾ എന്താണ് നമ്മൾ നേരെ പോയി ചരിത്രം എടുത്തു, കേരള ചരിത്രം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് കുറച്ച് മലയാളത്തിൻ്റെ ഒരു 10 ശൈലികൾ തന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോയി ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എടുത്തു. അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോന്നും തീർത്ത് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ നോട്ടൊക്കെ നോക്കി അല്ലെങ്കിൽ നോട്ടായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നവർക്ക് പോലും അവസാനം ഇത് നല്ലൊരു റാങ്ക് ഫയൽ പോലെ തന്നെ എല്ലാം നിങ്ങൾക്ക്, അതായത് ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ക്ലാസ്സും നമ്മൾ പോകുന്നത്. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത് നമ്മൾ ചെയ്ത് സെറ്റാക്കുന്നതും. അപ്പോൾ പഠിക്കാനായിട്ടും അതേപോലെ തന്നെ കഷ്ടപ്പെടാനായിട്ടും താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു. അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആരെങ്കിലും ഇനി നിലവിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട്, ക്വസ്റ്റ്യൻ പോള് ഇതെല്ലാം നമ്മൾ എവിടെയാണ്? ടെലഗ്രാമിലാണ് നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക? ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു.